വിനായകൻ എൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മാന്ത്രികം എന്നുള്ള സിനിമയിൽ ചെന്നൈയിൽ ഞാനിരുന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് ലാൽ ജോസായിരുന്നു ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ലാലു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഈ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞിങ്ങനെ എറണാകുളത്തെ ഒരു സ്ഥലത്തൊരു പയ്യനുണ്ട്, ഒരു യാത്ര ചെയ്ത് വന്നപ്പോഴേക്കും മനസ്സിലായില്ലേ, ബിനു പപ്പു എന്ന് പറയുന്ന കുതിരവട്ടം പപ്പുവിൻ്റെ മകനാണ് അസോസിയേറ്റ്. പപ്പുവിന് മനസ്സിലായില്ല കാര്യങ്ങൾ. അപ്പോൾ നാളെ ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളിയാണ് ഇവരെ ചർച്ച ചെയ്യുന്നത് രൂപപ്പെടുക. തമ്പി കണ്ണനാൻ എന്നെ വിളിച്ച് പറയാണ്, ലാലിൻ്റെ ഡേറ്റ് നമുക്കുണ്ട്, ലാലിൻ്റെ ഫാൻസിന് വേണ്ടി ഓണത്തിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പടം നമ്മൾ ചെയ്യാൻ പോകുന്നു, കഥ ആലോചിച്ചോ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു, ഇവനിൽ ഒരു വലിയ ഗായകനുണ്ട്, നിങ്ങളത് കാണാതെ പോകരുത്, ഇവനെ ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കണം. നമുക്ക് ഏത് കലാകാരനും അവൻ്റെ കലാസൃഷ്ടി പൂർത്തിയാക്കുമ്പോൾ പ്രേക്ഷകർ അല്ലെങ്കിൽ കാണികൾ വിലയിരുത്തി കാണുമ്പോൾ ആ കല അതിൽ തന്നെ പൂർണ്ണമാണ്. പക്ഷേ ആ കലയെ സൃഷ്ടിച്ച ആ കലാകാരനെ ഒരുപക്ഷെ മാറി നോക്കുമ്പോൾ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നുള്ള തോന്നൽ. ഇപ്പോൾ ഒരു ഗായകനായാലും കുറച്ചും കൂടി നന്നായിട്ട് ആ ഭാഗം ഒന്ന് പാടാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്ന വാക്ക് ഇവിടെയൊന്നും തിരുത്തിയിരുന്ന് കുഴപ്പമില്ലായിരുന്നു, അതിനൊരു വേറൊരു ഫ്ലേവർ ഇത് കിട്ടിയിരുന്നു എന്ന് തോന്നും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാ കലാകാരനും പൊതുവായിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ, അതായത് പെർഫെക്ഷൻ എക്സിസ്റ്റ് ഓൺലി ഇൻ മൈൻഡ് നോട്ട് ഇൻ റിയാലിറ്റി. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. എല്ലാം തികഞ്ഞത് ചില എല്ലാ തിരക്കഥാകൃത്തുകളും അസംതൃപ്തരാണ്. കാരണം അവൻ്റെ മനസ്സിൽ ഈ പടം ഇപ്പം അച്ഛനായിട്ട് തിലകൻ, മൂത്ത മോൻ മമ്മൂട്ടി, രണ്ടാമത്തെ മോൻ മോഹൻലാൽ എന്നൊക്കെ കണ്ടിട്ടായിരിക്കും ഇവന് എഴുതുന്നത്. പക്ഷേ പടമായിട്ട് വരുമ്പോൾ സംവിധായകൻ എല്ലാ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ടിസ്റ്റിനൊന്നും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് ആ പടം കാണുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്. ഇപ്പോൾ ഒരിക്കൽ നമ്മുടെ NF വർഗീസ് ചേട്ടൻ, നമ്മുടെ ജയ തിയേറ്റേഴ്സ് നാടക അടൂർ ഭവാനി അവരുടെ ഒരു സമിതിയാണ്. അപ്പോൾ NF വർഗീസ് ചേട്ടൻ ബ്രഹ്മം എന്നൊരു തിരക്കഥ ഒരു നാടകം എഴുതി. തിലകൻ ചേട്ടനാണ് സംവിധാനം. അപ്പോൾ NF വർഗീസ് ചേട്ടൻ്റെ ശബ്ദം അറിയാമല്ലോ. അപ്പോൾ NF വർഗീസ് ചേട്ടൻ നാടകം ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ തിലകൻ ചേട്ടൻ സംവിധായകനായ തിലകൻ ചേട്ടൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ നാടകം ഗംഭീരമാകും, പക്ഷേ എല്ലാ കഥാപാത്രങ്ങളും NF തന്നെ അഭിനയിക്കണം. അത് നടക്കുമോ? ഇല്ല, വേറെ ആരൊക്കെയാണ് ഇത് അഭിനയിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നത് ആ ഫൈനൽ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ചിത്രകാരനാവട്ടെ ഒരു സംഗീതജ്ഞനാവട്ടെ പാടിക്കഴിയുമ്പോൾ അവിടെ അതായിരുന്നില്ല വരേണ്ടിയിരുന്നത്. സാരമില്ല, ഓക്കെ, ഇത് മതി. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പ്രശ്നമാണ്, നമ്മുടെ സമയം, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എത്ര മണി വരെ ഉള്ളൂ, അതിനുള്ളിൽ തീർക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ടേക്ക് ഒക്കെ വെക്കാം അല്ലേ? ഓക്കെ ഇനിയിപ്പോൾ റീടേക്കിന് സമയമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓക്കെ വെക്കുകയാണ്. പക്ഷേ അത് ഒന്ന് എപ്പോഴും ഉള്ളിൽ അത് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു പെയിൻ. ഈ ചലച്ചിത്രകാരന് അല്ലെങ്കിൽ നാടകക്കാരന് ഒക്കെയുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഒരു നിർമ്മാതാവുണ്ട്, ആ നിർമ്മാതാവിനൊരു ബഡ്ജറ്റുണ്ട്, ആ ബഡ്ജറ്റിനകത്ത് അവൻ നിർത്തേണ്ടത് അവൻ്റെ ബാധ്യതയാണ്. ഇപ്പോൾ നമ്മൾ സിനിമയൊക്കെ ചെയ്യുമ്പോൾ 45 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 50 ദിവസം കൊണ്ട് ഇത്ര കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഞാൻ ഈ പടം തീർത്ത് തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് നിർമ്മാതാവിന് നമ്മൾ സൈൻ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് ആ നിർമ്മാതാവ് ഈടാക്കും. അപ്പോൾ അത് വെൽ പ്ലാൻഡായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഇത് കാണുമ്പോൾ അവിടെ മറ്റേ സാധനം അന്ന് ആ മഴ പെയ്ത് പെട്ടെന്ന് സീൻ കറക്റ്റ് ചെയ്ത് എഴുതേണ്ടി വന്നു, നമ്മൾ ഉദ്ദേശിച്ചൊരു സാധനം കിട്ടിയില്ല എന്നുള്ള പെയിൻ എപ്പോഴും എനിക്കെന്നല്ല, സംഗീതജ്ഞനായാലും നടനായാലും. ഇപ്പം നടൻ തന്നെ പോയി കാണുമ്പോൾ ആ സീൻ ഞാൻ അത് കറക്റ്റായിട്ട് അങ്ങനെ ആയിരുന്നില്ല അത് ചെയ്യേണ്ടിയിരുന്നത് എന്നും നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലൊരു കാര്യം, അതായത് ഇപ്പോൾ സ്വന്തം മക്കൾ സിനിമയിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, അതുപോലൊരു അക്കാദമിക് ഇൻചാർജ് എന്ന നിലയിൽ ഈ സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് വരുന്ന കുട്ടികളെയും സ്വന്തം മക്കളെയും അഭിനയ രംഗത്തേക്ക് എത്തിച്ചിട്ടുള്ളൊരു കലാ കുടുംബമായതുകൊണ്ട് ഒരു കുട്ടിയിൽ ഒരു ആക്ടർ ഉണ്ട് എന്നൊരു കലാകാരനുണ്ട് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ഗസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് എങ്ങനെ എന്തെങ്കിലും എടുത്ത് പറയാമോ? എനിക്കങ്ങനെ അതെനിക്ക് പെട്ടെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നത്, ഇപ്പോൾ ആ കുട്ടി ചിലപ്പോൾ എന്നെ ഓർക്കണമെന്നില്ല കേട്ടോ,
ഇപ്പോൾ നിഖിൽ എന്നാണ് അവൻ്റെ പേര്. അവൻ അറിയപ്പെടുന്ന റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് അവാർഡൊക്കെ കിട്ടി ഗാനമേളയൊക്കെ ചെയ്യുന്ന ഒരു ഗായകനാണ് നിഖിൽ. ചോറ്റാനിക്കരയിൽ മുരുകൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സമിതിക്ക് വേണ്ടി ഞാൻ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് എന്ന് പറയുന്ന ഒരു നാടകം എഴുതി സംവിധാനം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ക്യാമ്പ്. അപ്പോൾ ഇത്രയുള്ളൊരു പയ്യൻ ഇടയ്ക്ക് അവിടെ ഒന്നിങ്ങനെ പാട്ട് പാടുന്ന ഞാൻ കാണും. അപ്പോൾ ഞാൻ അവനെ വിളിക്കും, അവനെ വിളിക്കും. എന്നിട്ട് പറയാം, നമുക്ക് ഇന്ന് റിഹേഴ്സൽ തുടങ്ങാം, മോനെ നീ ഒരു പാട്ട് പാടുക എന്ന് പറയുമ്പോൾ അവൻ മറ്റേ ഉരലിൽ കെട്ടി വായ്പൊത്തി എന്നൊക്കെ പറയുന്ന ആ ഭക്തി ഗാനമൊക്കെ ഇങ്ങനെ പാടും. അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനാരാണ്? അപ്പോൾ ഒരു ഗോൾഡ് സ്മിത്ത് ഫാമിലിയാണ്. അപ്പോൾ ഇന്നാണ് അദ്ദേഹത്തോട് തന്നെ വന്ന് എന്നെ കാണാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനിൽ ഒരു വലിയ ഗായകനുണ്ട്, നിങ്ങളത് കാണാതെ പോകരുത്, ഇവനെ ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കണം. കാരണം വെറുതെ പാട്ടുകാരനായതൊന്നും കാര്യമില്ല. നമ്മളിപ്പോൾ മെഡ്രാസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കോറസ് പാടുന്നവൻ പോലും നൊട്ടേഷൻ നോക്കിയാണ് പാടുന്നത്. നൊട്ടേഷൻ അറിയാൻ പാടില്ലാത്ത, അവിടെ ഒരു ചെറിയ നീ അല്ലെങ്കിൽ അവിടെ വലിയ നീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ തീർന്നു. നൊട്ടേഷൻ നോക്കി വായിക്കാൻ അല്ലെങ്കിൽ പാടാൻ കഴിയുന്നവൻ അല്ലാതെ പാടുന്നവൻ തമ്മിലുള്ളൊരു വ്യത്യാസം അതാണ്. അപ്പോൾ അതുകൊണ്ട് കർണാട്ടിക് പഠിപ്പിക്കണം, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, എൻ്റെ ഫീസ് എത്രയാണെന്ന് വെച്ച് ഞാൻ തരാം എന്ന് പറഞ്ഞു. അത് എല്ലാ കുഴപ്പമില്ല, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചു തന്നെയാണ്. പിന്നീട് ഈ പയ്യൻ റിയാലിറ്റി ഷോയിലേക്ക് വരികയും അവനിപ്പോൾ അറിയപ്പെടുന്നൊരു ഗായകനാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ ടാലൻറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. വിനായകൻ എൻ്റെ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, മാന്ത്രികം എന്നൊരു സിനിമയിൽ. ചെന്നൈയിൽ ഞാനിരുന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും. ലാൽ ജോസായിരുന്നു ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ ലാലു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഈ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ ഇങ്ങനെ എറണാകുളത്ത് ഒരു സ്ഥലത്തൊരു പയ്യനുണ്ട്, അവനിങ്ങനെ ഒരു കണ്ട ഒരു മൈക്കിൾ ജാക്സനെ പോലെയൊക്കെ ഇരിക്കും, അവന് എന്തെങ്കിലും ഒരു വേഷം എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ആ സർക്കസ് കൂടാരത്തിലോ അവിടെ എവിടെയെങ്കിലും? ഞാൻ പറഞ്ഞു, എന്നാൽ അവനോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലാലു അപ്പം തന്നെ ആരൊക്കെയോ കണക്ട് ചെയ്ത് ഇദ്ദേഹം ചെന്നൈയിലെത്തി. ഞാൻ ഈ പയ്യനെ ഇങ്ങനെ കണ്ടു. ഞാൻ പറഞ്ഞു, തമ്പി കണ്ണന്താനത്തിനോട് ചോദിക്കാം. അങ്ങനെ തമ്മിച്ചാൻ്റെ വീട്ടിലേക്ക് നടന്നു, അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ലാലു പറഞ്ഞിട്ട് വന്നൊരു പയ്യനാണ് എന്ന് പറഞ്ഞു. ഇവനെ എവിടെ കയറ്റാം നമുക്ക്? ഞാൻ പറഞ്ഞു, നമുക്ക് ആ ഡാൻസ് ഗ്രൂപ്പ്, സർക്കസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ ഇവൻ എന്നാൽ പിന്നെ അതിനകത്തായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം മാത്രമല്ല, രണ്ടാമത്തെ പടം. പക്ഷേ അത് എൻ്റെ രണ്ടാമത്തെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പടമാണ്. അത് പക്ഷേ ഇറങ്ങിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ലാൽ സാറിന് ഇവനെ രൂപം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ദിം ദിം ദിമി ദിമി എന്ന് പറഞ്ഞ പാട്ടിനകത്ത് ഒരു പോർഷൻ ഡാൻസ് ചെയ്യാൻ, മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് ചെയ്യാനൊക്കെ ചെയ്തു. കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ എറണാകുളത്ത് വെച്ച് വിനായകനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് പടം? പടമൊന്നും കിട്ടിയില്ല കേട്ടാ എന്ന് പറഞ്ഞു. നമ്മൾ എൻ്റെ ഒരു പടം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, നീ നാളെ വാ. അതിനകത്ത് നമ്മുടെ രവീന്ദ്രൻ എൻ്റെ കൂടെ ഒരു മ്യൂസിക് ഒരു ബാൻഡ് ടീമുണ്ട്, അതിനകത്തൊന്ന് എനിക്ക് വിഷമം അഞ്ചൽ അതിനകത്താവും വന്ന് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അത് നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള എൻ്റെ ജോലിയൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു. ഷൂട്ടിംഗ് 2 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് സംവിധായകനും നിർമ്മാതാവും തമ്മിൽ തെറ്റിപ്പോയത്. അപ്പോഴൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ഇവരുടെ ചില പ്രസൻറ്റേഷൻസ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ അയാളിലൊരു കലാകാരനുണ്ട്. ഇവനെ അതുപോലെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന, ഇപ്പോൾ അയാൾ സീരിയലിലും സിനിമയിലും ഒക്കെ സജീവമായിട്ടുണ്ട്. ഈ ജയകൃഷ്ണൻ ഞാൻ തിരക്കഥ എഴുതുമ്പോൾ എന്നെ കണ്ണ് കാണും. അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ നല്ല ശബ്ദം, നല്ല ഹൈറ്റ്, നല്ല കാഴ്ചപ്പാടൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞു, നോക്കട്ടെ ജയകൃഷ്ണ. അപ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ട്, ചില നടന്മാരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ആ കഥാപാത്രത്തിൽ ഞാൻ അയാളുടെ പേര് തന്നെ എഴുതി വയ്ക്കും. അപ്പോൾ എൻ്റെ ആഘോഷം എന്ന് പറഞ്ഞ് മധുസാറൊക്കെ അഭിനയിച്ച, മനോജ് കെ ജയൻ, മധുസാറ്, തരന്തൻ പ്രസാദ്, സായികുമാറൊക്കെ അഭിനയിച്ചൊരു പടം. അതിനകത്തൊരു കളക്ടർ വന്ന് ഒരു ചേരിയിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അത് ആ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പയ്യന് ഒന്നും കൊടുക്കുക, അത് കൊള്ളാം, അങ്ങനെ എഴുതി കൊടുത്തു. പക്ഷേ അവരത് മനുവർമ്മ, ജഗന്നാഥ് വർമ്മയുടെ മകൻ മനുവർമ്മയ്ക്കാണ് കൊടുത്തത്. പിന്നീട് എൻ്റെ താലി എന്ന് പറയുന്ന സീരിയലിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാരക്ടർ ജയൻ ചെയ്തു. അപ്പോൾ ഇവരെല്ലാം കാണുമ്പോൾ ഇയാൾ ഒരു ആക്ടറായിട്ട് ഗംഭീരമായിട്ട് അതുപോലെ രാജീവ് റോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീരിയൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന രാജീവ്, ഇങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ കണ്ട് ഇവരിൽ നല്ലൊരു ആക്ടറുണ്ട്, ഇവൻ നന്നായി വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാലഘട്ടങ്ങൾക്കനുസരിച്ച് സിനിമകളുടെ മോഡേൺ മൂഡ് മാറിയിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്, ടോട്ടൽ ഡിസൈനിങ് തന്നെ സിനിമയുടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുന്ന, ഒരു ആക്ടിങ് പഠിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഒരു തിരക്കഥ കൃത്താവാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരക്കഥയുടെ ക്രാഫ്റ്റിംഗ് പഠിക്കാൻ വരുന്ന ഒരു വ്യക്തിയോട് എങ്ങനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു റെഫറൻസ്, അതായത് പഴയ കാലത്തെ സിനിമകളുടെ ക്രാഫ്റ്റും ഇപ്പോഴത്തെ സിനിമകളും കൊണ്ട് ബന്ധിപ്പിക്കാൻ പറ്റാത്ത എക്സ്ട്രീമിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും എങ്ങനെയാണ് അവരുടെ ഫിലിം ക്രാഫ്റ്റിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അത് മാറ്റം അനിവാര്യമാണ്. ഇപ്പോൾ
ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്കുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന മാറ്റം ഉണ്ടായിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ നടന്മാരൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി എന്ന് പറയും, വളരെ സന്തോഷത്തോട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അന്ന് ഫിലിം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ടേക്ക് പോയി, സെക്കൻഡ് ടേക്ക് പോയി, തേർഡ് ടേക്ക് പോയാൽ പ്രൊഡ്യൂസറുടെ നെഞ്ചിരിക്കാൻ തുടങ്ങും. കാരണം ഇത്രേ സ്റ്റോക്കുള്ളൂ, അതിനകത്ത് സിനിമ തീർക്കണം. അപ്പോൾ ഡയറക്ടർ നോക്കും, ഈ ടേക്കിന് ഓക്കെ ആക്കണേ. അപ്പോൾ നടനും ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇന്ന് ഈ ഡിജിറ്റലായി ഒരു കാർഡിനകത്തേക്ക് ഇത് മാറിയപ്പോൾ 60 ടേക്ക് 80 ടേക്ക് എടുത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് നടന്മാരുടെ ഇടയിൽ ഒരു ലേസിനെസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായി പഠിച്ച് പറയണം, അല്ലെങ്കിൽ ഇനി 4-ാം ടേക്ക് പോയാൽ ടെൻഷനാണെന്ന് പറയുന്നത് ആ ടെൻഷനില്ല, എത്ര വേണമെങ്കിലും എടുക്കാം എന്ന് പറയുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊരു ചക്രമാണല്ലോ വെച്ചാൽ, ഇപ്പം നമ്മൾ നീലക്കുയിൽ കാണുന്നു, അല്ലെങ്കിൽ പഴയ വാഴ്വ്യമായം, അനുഭവങ്ങൾ പാളിച്ചകൾ, ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ അന്ന് ഒരു സത്യമാഷിൻ്റെ അഭിനയം വളരെ റിയലിസ്റ്റിക്കാണ്. എന്നാൽ മമ്മൂക്ക ലാൽ സാറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര റിയലിസ്റ്റിക്കാണ്. അവിടെ നിന്ന് മാറി പുതിയ തലമുറയ്ക്ക് വന്നപ്പോൾ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന, മുമ്പ് നമ്മളിവിടെ സിങ് സൗണ്ടായിരുന്നു, അതുകൊണ്ടാണ് മിമിക്രിക്കാർ കളിയാക്കുന്നത്. കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ നിഷ്കളങ്കയായ നായർ പെൺകുട്ടി അഭിനയിക്കുന്നത് തെലുങ്ക് നടിയായിരിക്കും. പക്ഷെ സ്പോട്ട് ഡബിങ് ആയതുകൊണ്ട് എന്താ സെട്ടാ ഇന്നലെ വന്നപ്പോൾ ഞാൻ കണ്ടില്ല, അത് അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ പിന്നീട് ഡബ്ബിങ് എന്ന് പറഞ്ഞ സംഭവം വന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മൾ സിങ് സൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോമിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം കട്ടായിപ്പോയി. നടൻ സ്വാഭാവികമായും അഭിനയിക്കുക എന്ന് പറയുന്നത്. പിന്നെ പല രീതികളുണ്ട്. ഒരു കൃത്യമായി എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥയിൽ നമുക്ക് സിനിമ എടുക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആക്ടർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പോൾ ശ്യാം പുഷ്കർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, ഇപ്പോൾ മായാനദി എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടേ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു യാത്ര ചെയ്ത് വന്നപ്പോഴേക്കും മനസ്സിലായില്ലേ, ബിനു പപ്പു എന്ന് പറയുന്ന കുതിരേട്ടൻ പപ്പുവിൻ്റെ മകനാണ് അസോസിയേറ്റ്. പപ്പുവിന് മനസ്സിലായില്ല കാര്യങ്ങൾ. അപ്പോൾ നാളെ ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളിയാണ് ഇവരെ ചർച്ച ചെയ്യുന്നത് രൂപപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നടനോട് ചോദിക്കുകയാണ്, ശ്യാം ചോദിക്കും നമുക്ക് എന്ത് കഴിക്കാം എന്ന് മറ്റുള്ളൂ. അപ്പോൾ നീ എന്ത് പറയും? ഞാൻ പറയും എനിക്ക് മറ്റേ കുഴിമന്തി മതി. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായും നടീനടന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവർ നാച്ചുറലായിട്ട് പറയുന്ന ഡയലോഗ്സ് അത് റെക്കോർഡ് ചെയ്യാം. പക്ഷേ എല്ലാ സിനിമകൾക്കും അത് പറ്റില്ല. ഇപ്പോൾ രണ്ടാമൂഴമാണ് ചെയ്യണമെങ്കിൽ അത് പറ്റില്ല. അറബിക്കടലിൽ സിംഹമാണ് ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ സ്പോട്ടിൽ ഇമ്പ്രൂവൈസ് ചെയ്ത് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും നടന്ന് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും പഠിക്കണം. പിന്നെ മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമ രൂപം കൊള്ളുമ്പോൾ തമ്പി കണ്ണന്താനം എന്നെ വിളിച്ച് പറയാണ്, ലാലിൻ്റെ ഡേറ്റ് നമുക്കുണ്ട്, ലാലിൻ്റെ ഫാൻസിന് വേണ്ടി ഓണത്തിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പടം നമ്മൾ ചെയ്യാൻ പോകുന്നു, കഥ ആലോചിച്ചോ എന്ന് പറയാണ്. അപ്പോൾ തമ്പി കണ്ണന്താനം സംവിധായകനാണ്, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്. ഓണത്തിന് വേണ്ടിയാണ് അദ്ദേഹം സിനിമ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക? അദ്ദേഹം നേരെ ഡിസ്ട്രിബ്യൂട്ടർ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ വേറെ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ കാണും, ഡിസ്ട്രിബ്യൂട്ടർ തിയേറ്ററുകാരനെ കാണും. ഓണത്തിന് ഞങ്ങൾക്ക് ലാലിൻ്റെ പടമുണ്ട്, തിയേറ്ററുകാരൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് പൈസ കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടർ നിർമ്മാതാവിന് കൊടുക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ ചെയിൻ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പടം എന്ന് റിലീസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് OTT-കാരനാണ്. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന് മമ്മൂക്കയുടെ ഒരു പടം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് എന്ന് റിലീസ്, അദ്ദേഹം തന്നെ അത് നിർമ്മാതാവും. അദ്ദേഹം ആമസോണിൽ വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ പടം എന്നാണ് റിലീസ് ചെയ്യേണ്ടത്? കാരണം തിയേറ്ററിൽ റിലീസായി 47-ാം ദിവസമായിരിക്കും അവരുടെ OTT-യിൽ വരിക. അപ്പോൾ അവർ പറയും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേറെ പടമുണ്ട്. അപ്പോൾ റിലീസിങ് പോലും OTT-കാരൻ തീരുമാനിക്കുന്ന ഒരു കാലത്താണ് ഇപ്പം നിർമ്മാതാവ് നിൽക്കുന്നത്. പിന്നെ മുമ്പ് മെറിലാൻഡ്, സുപ്രിയ, നില, ഉദയ എന്നൊക്കെ പറഞ്ഞ കമ്പനികളാണ് സിനിമ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ നടന്മാരും പ്രൊഡ്യൂസേഴ്സാണ്. മമ്മൂട്ടി പ്രൊഡ്യൂസറാണ്, മോഹൻലാൽ പ്രൊഡ്യൂസറാണ്, ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസറാണ്, അജു വർഗീസ് പ്രൊഡ്യൂസറാണ്, നിവിൻ പ്രൊഡ്യൂസറാണ്, ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസറാണ്, പൃഥ്വിരാജ് പ്രൊഡ്യൂസറാണ്. ഇവരെല്ലാവരും പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അവർക്കൊരു കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് അവരവരുടെ സിനിമകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ ആ കോട്ടയ്ക്കകത്തേക്ക് എൻട്രി ചെയ്യാൻ ഒറ്റ ആയുധം മാത്രമേ ഉള്ളൂ, തിരക്കഥ. ഒരു തിരക്കഥ വായിച്ചുമ്പോൾ ഇത് ഗംഭീര സ്ക്രിപ്റ്റാട്ടോ, ഇത് നമുക്ക് ചെയ്യാം. അല്ലാതെ ഞാൻ സംവിധായകനാണ്, എനിക്ക് നിങ്ങൾ സംവിധായകൻ, നടനാണെങ്കിൽ അഭിനയിച്ച് കാണിക്കാം, സംവിധാനം ചെയ്യാൻ അറിയാമെന്ന് എങ്ങനെ എടുത്ത് കാണിക്കും? അപ്പോൾ അവനത് സ്ക്രിപ്റ്റായിട്ടാണ് പോവുക. അത് വായിച്ചിട്ട് ഇത് നമുക്ക് ഉടനെ ചെയ്യാം, 2 പടം മാറ്റി വെച്ചിട്ട് അവരത് ചെയ്യും. അപ്പോൾ ആ കോട്ടയ്ക്കകത്ത് കയറാനുള്ള ഏക ആയുധം എന്ന് പറയുന്നത് നല്ല സ്ക്രിപ്റ്റാണ്.
നല്ല കറക്റ്റായിട്ട് 2 hours നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്ര സമയത്തിനകം സമയബന്ധിതമായി നിൽക്കുന്ന ഏത് ജോണറാണോ അവർ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ 17 വയസ്സും 18 വയസ്സുള്ള കുട്ടികളോടൊപ്പം നിൽക്കുമ്പോൾ അവരുടെ ഒരു വൈബ് എനിക്കറിയാം. അവരെങ്ങനെയാണ് കഥയെ കൺസീവ് ചെയ്യുന്നത്, അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുമ്പ് അമ്പലമുറ്റത്ത് കാത്തു നിന്ന് കാമുകിയെ രാത്രിയിൽ ഉറക്കം നിന്ന് എഴുതിയ പ്രണയലേഖനവുമായി കാമുകൻ കാത്തു നിൽക്കുന്നു. അവൾ കൂട്ടുകാരികളോടൊപ്പം പോകുമ്പോൾ ആ പ്രണയലേഖനം അവൻ മെല്ലെ ഇട്ടു, പട്ടുപാവട കൊണ്ട് അവളത് മറച്ചു. കൂട്ടുകാരികൾ കാണാതെ അവൾ കുനിഞ്ഞ് ആ കത്തെടുത്ത് പുസ്തകത്തിനിടയിൽ വെച്ചു. ഇപ്പോൾ അത് മാറി. ഒരു പെൺകുട്ടിയെ കണ്ടു, ഇങ്ങനെ കാണിച്ചു, അവൾ നമ്പർ പറഞ്ഞു, ഇവൻ ഐ ലവ് യു എന്ന് അങ്ങോട്ട് അടിച്ചു, തിരിച്ചിങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടു. അപ്പോൾ ഇവനൊരു കോഫി പറക്കുന്നതിൻ്റെ പടം ഇട്ടു. കോഫി നെക്സ്റ്റ് കട്ട് മറ്റേ കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിക്കുന്നത്. അപ്പോൾ പ്രണയം അതുപോലെ മുമ്പ് നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ ഒരു ബോയ് ആൻഡ് ഗേൾ ആണ്. ഇപ്പം അങ്ങനെയല്ല, ബോയ് ആൻഡ് ബോയ്, ഗേൾ ആൻഡ് ഗേൾ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന ഈ ഇതിനൊന്നും വ്യത്യസ്തതയില്ലാത്ത ആൺ പെൺ ജെൻഡർ വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ പുതിയ തലമുറയിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഇപ്പം എൻ്റെ മകനൊക്കെ അവനോട് ജാതിയെക്കുറിച്ച് വേർതിരിവ് സംസാരിക്കാൻ പറ്റില്ല, നിറത്തെക്കുറിച്ച് വേർതിരിവ് പറയാൻ പറ്റില്ല. കാരണം അവന് പെൺസുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, ആൺ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, എല്ലാ രീതിയിൽപ്പെട്ട സുഹൃത്തുക്കൾ. അവരെല്ലാവരും വീട്ടിൽ വരും, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കും, കഥ ചർച്ച ചെയ്യും, പോകും. മുമ്പൊക്കെ ഒരു പെൺകുട്ടി നോട്ട് മേടിക്കാൻ വേണ്ടി 2 പ്രാവശ്യം വീട്ടിൽ വന്നാൽ അപ്പം അമ്മ അല്ലെങ്കിൽ അപ്പം ചോദിക്കും, എടാ മറ്റേ എന്നെ വീട്ടിലെ കുട്ടി 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഇപ്പോൾ അത് മാറി. അപ്പോൾ അവരിൽ നിന്നും അവർ ഇത്തരം കാര്യങ്ങളിലുള്ള അവരുടെ വല്ലാത്തൊരു തുറന്ന സമീപനം അത് പുതിയ തലമുറയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. കഥ പറയുന്ന രീതി ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ MT സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതാവൂ എന്നാരും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ എഴുതരുത് എന്ന് പഠിക്കാം. പിന്നെ നിനക്ക് തോന്നിയതുപോലെ നിൻ്റെ ഇഷ്ടം പോലെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറയോട് എപ്പോഴും ഈ തിരക്കഥ എന്നുള്ള ആ സ്റ്റോറി ടെല്ലിംഗ് ആണ്, നമ്മൾ കഥകൾ പറയുകയാണല്ലോ, അത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വലിയ വമ്പന്മാരുടെ കോട്ടയ്ക്കകത്ത് കയറാനുള്ള ആയുധമാണ് തിരക്കഥ എന്ന് പറയുന്നത്. പിന്നെ ആക്ടിങ് ഭയങ്കര നാച്ചുറലായിട്ടുണ്ട്. പക്ഷേ എങ്കിലും മറ്റതും പഠിക്കണം. കാരണം ഇപ്പോൾ പ്രിയദർശൻ 2ാം ഊഴം എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഭീമൻ്റെ ഡയലോഗ് എന്തുണ്ട് അർജുന വിശേഷം സുഖല്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ല. ആ ഡയലോഗ് ഡെലിവറിക്ക് വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, വായിച്ചു മാത്രം അറിയാവുന്ന ഒരാളാണ് ഭീമൻ. അപ്പോൾ അതിന് രൂപഭാവങ്ങൾക്ക് അതിൻ്റേതായ കാഴ്ച സൗന്ദര്യം വേണം. സ്വാഭാവികമായിട്ടും അതും കൂടി നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാനല്ല. നടൻ ഒരു ജലം പോലെ ആയിരിക്കണം. ഉദാഹരണം ഫഹദ് ഫാസിൽ. മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഫഹദ് ഫാസിലല്ല വിക്രം സിനിമയിലെ പോലീസ് ഓഫീസറായിട്ടുള്ള ഫഹദ് ഫാസിൽ. അയാളല്ല മാമന്നൻ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടറായിട്ടുള്ള, എന്നാൽ അയാൾ അത്രയേ ഉള്ളൂ രൂപം. പക്ഷേ അയാളുടെ പെർഫോമൻസിൽ ഇദ്ദേഹം ഇത് ഭയങ്കരമായ അന്തം നമ്മൾ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഏത് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആ രൂപം സ്വീകരിക്കുന്നോ അതുപോലെ ആയിരിക്കണം നടൻ. അത്തരത്തിലുള്ള എക്സസൈസുകളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ബോഡി ആൻഡ് മൈൻഡ്, അവൻ്റെ ടൂൾ എന്ന് പറയുന്നത് അവൻ്റെ ബോഡിയാണ്. അവൻ്റെ ബോഡിയും അവൻ്റെ മനസ്സും അവൻ്റെ സൗണ്ടുമാണ് ആക്ടറുടെ ആയുധം എന്ന് പറയുന്നത്, ക്യാമറമാന് ക്യാമറ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളാണ് അക്കാഡമിയിൽ കൊടുക്കുന്നത്. തിരക്കഥയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, എനിക്ക് വളരെ സങ്കടം തോന്നി. ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനകത്ത് ഞാൻ നമ്മുടെ എറണാകുളം ഭാഗത്തെ ഒരു 25ഓളം കോളേജുകൾ യുവാക്കളുമായിട്ട് സംവദിക്കാൻ വേണ്ടി പോയി. എലമെൻറ്റ്സ് ഓഫ് സിനിമയുടെ ഭാഗമായിട്ട് തന്നെ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന വിദ്യാർത്ഥികളൊന്ന് കൈവെക്കാൻ പറഞ്ഞു. ഞാൻ എക്സാജറേറ്റ് ചെയ്യില്ല, ഒരൊറ്റ കുട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞതിൽ പത്രമായിട്ടല്ല, നിങ്ങളുടെ മൊബൈലിൽ എല്ലാ പത്രവും കിട്ടുമല്ലോ, അങ്ങനെയെങ്കിലും വായിക്കുന്നവർ ഇല്ല. നിങ്ങളുടെ കോളേജിൽ ലൈബ്രറി ഉണ്ടോ? ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സങ്കടം വന്നു വെച്ചാൽ ഒറ്റ കുട്ടിയില്ല. ഞാൻ ഇതെൻ്റെ 15ഓളം കോളേജിൽ പോയി. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് സിനിമയാണ് ചർച്ച ചെയ്യേണ്ടത്? നിങ്ങളുടെ അപ്സ്റ്റെയർ വേക്കൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ എന്ത് സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പകർപ്പാണ്. അപ്പോൾ നിങ്ങൾ പത്രവും വായിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് പുതിയ തലമുറയോട് ചോദിക്കുമ്പോൾ, ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വൈറലാണ്. അപ്പോൾ അതുപോലും അറിയാത്ത തലമുറയോട് സിനിമ, അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ സിനിമ കൺസെപ്റ്റുകൾ, ഷോട്ടുകൾ, ഗംഭീരമായിട്ടുള്ള ഷോട്ടുകളെ കുറിച്ച് പറയും. പക്ഷെ അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് അവർ പലപ്പോഴും വീക്കായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തെ അറിയണം. ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി വിശുദ്ധ ഗ്രന്ഥങ്ങൾ, മഹാഭാരതം, ഭഗവത്ഗീത, ഖുറാൻ, രാമായണം, ഇതിഹാസങ്ങൾ ഇതെല്ലാം വായിക്കുകയും അതിനകത്തില്ലാത്ത ഒന്നും വേറെ ഒന്നുമില്ല.
ബൈബിളിൽ ഇല്ലാത്തതൊന്നും ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഇത് വായിക്കുകയും അല്ലെങ്കിൽ നിരന്തരമായി മനുഷ്യൻ്റെ, ഇപ്പോൾ ഞാൻ പറയും, ഇന്നാളൊരു പത്രവാർത്ത വന്നു, ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കാണ്, പോലീസുകാർ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നീട് അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് മദ്യപിച്ചു എന്ന് ആക്രമിക്കാൻ തുടങ്ങി, ഇദ്ദേഹത്തിൻ്റെ 2 കിഡ്നി ഇതായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, പലരും ഇതൊക്കെ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഒരു കിഡ്നി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, അത് മാച്ചായി, അദ്ദേഹം വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം എന്നെ മർദ്ദിക്കുകയാണ്, എനിക്ക് എൻ്റെ കിഡ്നി തിരിച്ചു വേണം. പത്രത്തിൽ വന്ന വാർത്തയാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു പത്രവാർത്ത, ആ സിനിമ ഓൾറെഡി വന്നു, മികച്ച കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയാണ്. ഒരു ചെറിയ പരസ്യത്തിൽ നിന്നാണ് ആ എഴുത്തുകാരനത് കിട്ടുന്നത്. ഒരു മുസ്ലിം വൃക്ക ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എഴുത്തുകാരൻ ഇതായിപ്പോയി. അതാ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ പോലും ഒരു മുസ്ലിം വൃക്ക ആവശ്യമുണ്ടെന്ന് എഴുതുമ്പോൾ എന്തുമാത്രം ജാതീയത അവർ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് മതി ഒരു എഴുത്തുകാരൻ. ഇപ്പം നമ്മുടെ ഈ മെട്രോ വന്നപ്പോൾ മെട്രോയിലെ ആദ്യത്തെ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന ഒരു മനുഷ്യനെ ആരോ വീഡിയോ ഇട്ടു. പിന്നീടാണ് അതിൻ്റെ സത്യം അറിയുന്നത്. അത് വികൃതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് സിനിമയായിട്ട് വന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന്, അപ്പോൾ ഇവരിത് കാണുന്നില്ല, ഇവർ ചെവിയിൽ ഇത് വെച്ചിട്ട് മൊബൈലിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട്, ഈ അറ്റം മുതൽ ആ അറ്റം വരെ തൊട്ടടുത്തിരിക്കുന്ന ആളാരാണ്, അയാൾ എപ്പോൾ എഴുന്നേറ്റ് പോയി എപ്പോൾ ഇരുന്നു എന്ന് അറിയില്ല. കാരണം എല്ലാവരും ഇതിനകത്താണ്. എന്നാൽ മുമ്പൊക്കെ നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്ത് എവിടെ പോണ്, ഞാൻ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എവിടെ? ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ്. ഒരു ബിസ്ക്കറ്റ് കഴിക്കണം വേണ്ട. ഇപ്പോൾ പേടിയാണ്, ബിസ്ക്കറ്റ് മയക്കുമരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഉറക്കി കിടത്തി സ്വർണം തട്ടാൻ വേണ്ടിയാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന മനുഷ്യൻ്റെ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും ഇതിനകത്തേക്ക് കണ്ണുനിട്ടിരിക്കുന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് ആ കുട്ടികൾക്ക് പുതിയ കഥകൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇമോഷൻ, നിങ്ങൾ എന്ത് കഥയും പറഞ്ഞു, അത് ഇമോഷണലി നിങ്ങളെ സ്പർശിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ആ സിനിമ വിജയിക്കില്ല എന്ന്. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഇൻ്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴും അതിനകത്തൊരു ഇമോഷണൽ കണ്ടൻറ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്, എന്നാലേ അത് നമ്മൾ സ്പർശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറേ ഷോട്ടുകൾ കണ്ടു പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ജീവിതവും മറ്റുള്ളവൻ്റെ കണ്ണീര് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആർദ്രതയും ഒക്കെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ തെറ്റായ സംഭവം കാണുമ്പം ഉള്ളിലൊരു പ്രതിഷേധം ഉണ്ടാകാത്ത ഒരാൾക്ക് എത്ര സാങ്കേതികത പഠിച്ചാലും നല്ലൊരു എഴുത്തുകാരനോ നല്ലൊരു സംവിധായകനോ നല്ലൊരു നടനോ ആകാൻ പറ്റില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഇപ്പോൾ, അതായത് അമ്മ എന്ന ഒരു അസോസിയേഷൻ സംഘടന തന്നെ നോക്കിയാൽ അറിയാം, സിനിമ നടന്മാരുടെ നടിമാരുടെ എണ്ണം ഭയങ്കരമായിട്ട് വലിയൊരു ക്രൗഡാണ്. ഓരോപ്പോൾ മീറ്റിങ്ങുകൾ കഴിഞ്ഞ്, അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം വലിയൊരു ക്രൗഡാണെന്ന്. അപ്പോൾ ഈ കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ഒരു ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നൊരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടക്കക്കാർ ആഗ്രഹിച്ചു വരുന്ന പുതുമുഖങ്ങളുടെ ഒരു നിരയുണ്ട്. അതുപോലെ തന്നെ അമ്മ എന്ന അസോസിയേഷനിൽ കുറേ പേരുണ്ട്. ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ തിരക്കഥ എഴുതുമ്പോൾ നമ്മളൊരു കഥാപാത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വ്യക്തിത്വത്തെ ചേർത്ത് വെച്ച് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ആ കൺഫ്യൂഷൻസ് തരണം ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ലാലിൻ്റെ ഫാൻസിന് വേണ്ടി ഒരു കഥ ആലോചിച്ചോളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കാലിന് വേണ്ടി ചെരുപ്പ് ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ ചെരുപ്പിന് വേണ്ടി കാല് മുറിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് 154 സിനിമകളാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡിന് മത്സരിച്ചത്. ഇത് 100 സിനിമകളും നവാഗത സംവിധായകരുടെ സിനിമകളായിരുന്നു. മുമ്പ് കുറേ സ്ഥിര സംവിധായകന്മാരുണ്ടായി. ഇപ്പോൾ അതല്ല, പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്നൊരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇന്ന നടൻ വേണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു കാലത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം, രാജമൗലി എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം ഒരു ഭയങ്കര ഹിറ്റൊരു സിനിമ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ആ നടൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ മകൻ നായകനായി അഭിനയിച്ചത് കൊണ്ടാണ് ആ സിനിമ ഇത്രയധികം കളക്ട് ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത സിനിമയിലെ നായകൻ ഒരു ഈച്ചയാണ് എന്ന് പറഞ്ഞിട്ട് ഈച്ച എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അതിന് തൊട്ട് മുമ്പുള്ള സിനിമയേക്കാൾ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തു. അപ്പോൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഈച്ചയായാലും മതി. ഇപ്പോൾ വാലാട്ടി എന്ന് പറഞ്ഞൊരു പടം, ഡോഗ്സിനൊക്കെ മാത്രം മുമ്പ് MT സാർ കാടിൻ്റെ മക്കൾ എന്ന് പറഞ്ഞു മൃഗങ്ങൾ വെച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതൊരു മാർക്കറ്റാണ്. നമ്മളിപ്പോൾ
നാടക ഇൻഡസ്ട്രി എന്ന് പറയാറില്ല, നാടകരംഗം എന്നാണ് പറയുന്നത്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഒരു മുടക്ക് മുതലുണ്ട്, ഒരു ലാഭമുണ്ട്, ഒരു നഷ്ടമുണ്ട്. അപ്പോൾ ഓരോ നടനും ഓരോ സ്റ്റാറും ഓരോ പ്രോഡക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കച്ചവടമാവും. ബിസിനസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ബാക്കി ഇപ്പോൾ ഇത്രയും സംഘടനയിൽ ഒരുപാട് ക്രൗഡാണെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് തൊഴിലുള്ളവർ വളരെ കുറച്ചാണ്. ബാക്കി പലരും ഈ നായക നടനാവുമ്പോൾ ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കറിയാം, ഇപ്പോൾ സുരേഷ് ചേട്ടൻ, തിലകൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് നടന്മാർ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ വായിക്കും, മറ്റേ കഥാപാത്രത്തിന് ആളായോ, അപ്പോൾ ഇല്ല ആയിട്ടില്ല, അത് മറ്റേ ആ പുള്ളിക്ക് കൊടുക്കുക, പുള്ളി ഇത്തിരി ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, തിലകൻ ചേട്ടൻ നമ്മുടെ ലിജോ പല്ലിശ്ശേരിയുടെ അച്ഛൻ ജോസ് പല്ലിശ്ശേരി ചേട്ടൻ അന്ന് ചാലക്കുടി സാരഥി എന്ന് പറഞ്ഞിട്ട് നാടകം കളിക്കാണ്. ആ തിലകൻ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റേ ആ ക്യാരക്ടറിനെ ആരെങ്കിലും ഫിക്സ് ചെയ്തോ? ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, അതെന്നാ MLA വേഷം നമ്മുടെ പല്ലിശ്ശേരിക്ക് കൊടുക്കും. ആ ശരി ആയിക്കോട്ടെ. ഞാൻ തിലകൻ ചേട്ടനാണ് അവരെ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ആ ജോസേട്ടന് കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ അങ്ങനെ എഴുതി വയ്ക്കും. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് ഇപ്പോഴും പണിയില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ്റെ ട്രഷററായിരുന്നു ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ. ഞാൻ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അതിൻ്റെ ട്രഷറായിട്ടാണ് ഞാൻ. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി, ജസ്റ്റ് മെമ്പർ മാത്രമാണ്. ഞങ്ങളുടെ യൂണിയനിൽ 150 പേരാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ, MT സാർ ഉൾപ്പെടെ ഉള്ള, യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ നമ്പി സാർ ഉൾപ്പെടെയുള്ള ഒരു യൂണിയനാണ്. 150 പേരാണുള്ളത്. ഏറ്റവും കുറച്ച് ആളുകളുള്ള ഒരു യൂണിയനാണ്. അവിടെ ഒരു തിരക്കഥയ്ക്ക് 2 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്ന തിരക്കഥാകൃത്തുണ്ട്. പുതിയതായിട്ട് വരുന്ന 10 ലക്ഷം രൂപ ഒരു തിരക്കഥയ്ക്ക് വാങ്ങിക്കുന്നവരുണ്ട്. 500 രൂപയാണ് വാർഷിക വരിസംഖ്യ. പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 500 രൂപ പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരുപാട് എഴുത്തുകാരതിനകത്തുണ്ട്. ഒരു 10-12 എഴുത്തുകാർക്ക് മാത്രമാണ് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ എന്നുള്ള സംഭവമുള്ളൂ. ബാക്കി പലരും പട്ടിണിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കാപ്പ എന്ന് പറഞ്ഞൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു യൂണിയൻ. പൃഥ്വിരാജ് അതിനോട് സഹകരിച്ചു. അവസരമായിട്ടുള്ള 5 എഴുത്തുകാർക്ക് ഇപ്പോൾ ഞങ്ങൾ 15,000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ആ സിനിമ എടുത്തത് തന്നെ. അപ്പോൾ ഒരു നിർമ്മാതാവ് വന്നു, അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 1.5 കോടി രൂപ തരുന്നു. ആ 1.5 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് 5 പേർക്ക്, രോഗാവസ്ഥയിലായ പഴയ ഗംഭീരമായ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എഴുത്തുകാരാണ്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, മരുന്ന് മേടിക്കാൻ പോലും കാശില്ല. അവർക്ക് നമ്മൾ 15,000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടെങ്കിലും അതിനകത്ത് തൊഴിലുള്ളവർ, അതുകൊണ്ട് മാത്രം ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ എൻ്റെ ഞാൻ ഈ കലയല്ലാതെ വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. നാടകം, സിനിമ, ഇതിൻ്റെ തന്നെ വിവിധ മേഖലകളാണ്. പക്ഷേ നമുക്കൊരു സിനിമാ മേഖലയിൽ ഒരുപാട് പേര് സിനിമ അഭിനയം, അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും, പെയിൻറ്റിൻ്റെ പണിക്ക് പോകും. ഈ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടി ഒരാൾക്ക്. അദ്ദേഹം ആ സമയത്ത് മീൻ കച്ചവടം ചെയ്യാൻ. കാരണം നമ്മുടെ ഈ കോവിഡ് സംഭവങ്ങളൊക്കെ നാടകമില്ല. ഒരാൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ജീവിക്കാൻ കല മാത്രം പോരാ. അത് ഈ സമൂഹം, ഈ ഭരണാധികാരികൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അച്ഛാ. കാരണം ഈ കലാകാരന്മാരാണ്, എഴുത്തുകാരാണ്, പാട്ടുകാരാണ് ഈ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് പിടിച്ചത്. പക്ഷേ ഞാൻ കലാകാരനാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ തിയേറ്റർ ആളുകൾ അവരുടെ ഡേറ്റ് ഇട്ടില്ല. സിനിമാ നടന്മാരുടെ ഇരട്ടി പ്രതിഫലമുണ്ട് നാടക നടന്മാർക്ക് വിദേശ രാജ്യങ്ങളിൽ. അവരിങ്ങനെ വലിയ ഒറ്റ നാടകം ഒരു 10 ദിവസമൊക്കെ കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ കളിക്കുന്നു എന്നൊക്കെ പറയുന്ന ഷേക്സ്പിയർ നാടകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. നമ്മുടെ ഇവിടുത്തെ നാടകക്കാരുടെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമാണ്. അപ്പോൾ ഒരാൾ കല കൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ അവനെ സംരക്ഷിക്കും. അവനൊരു കലാകാരനാണ്, അവനൊരു എഴുത്തുകാരനാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അപ്പച്ചനോട് പറയും, അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. അപ്പോൾ അപ്പച്ചനോട് പറയും, അപ്പച്ച നാടകമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പച്ചന് തമിഴ്നാട്ടിൽ വെജിറ്റബിളിൻ്റെയൊക്കെ ബിസിനസ്സായിരുന്നു, ഞങ്ങൾ വരട്ടെ. അപ്പോൾ അപ്പച്ചൻ പറയുന്നതിന് മറുപടിയുണ്ട്, എടാ ഒരു കലാകാരൻ പട്ടിണി പരിവട്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ അവൻ വിജയിച്ചാൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനോടൊപ്പം ഇരിക്കാം. എടാ ഇത് നിൻ്റെ എഴുത്തിൻ്റെ ഊർജ്ജമാണ്. നീ ഇനിയിപ്പോൾ പച്ചക്കറി കച്ചവടത്തിനൊന്നും വരണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. പട്ടിണിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് കലാകാരനാവുന്നത് എന്ന് പറയും. പക്ഷേ ഗവൺമെൻറ് പലപ്പോഴും ഇപ്പോൾ ഒരു ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്ഷേമനിധി പെൻഷൻ നമ്മുടെ കേരളത്തിലാണ് നടപ്പാക്കിയത് കലാകാരന്മാർക്ക്. അങ്ങനെ അത് മാത്രം പോരാ. അവൻ കല കൊണ്ട് ജീവിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ, നമ്മുടെ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, മോനെ
അപ്പച്ചൻ ഇത്ര നാൾ ഇത് ചെയ്തു, നിങ്ങൾ പഠിപ്പിച്ചു വളർത്തി നിങ്ങളൊരു ഇതിലേക്ക് ആക്കി. അപ്പച്ചനും അമ്മച്ചി നാടകം കളിച്ചതും സിനിമ എഴുതിയതുമായിട്ടുള്ള കാശ് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇനിയുള്ള കാലം അങ്ങനെ ആകുമെന്ന് അറിയില്ല. അപ്പം നീ നിൻ്റെ വക്കീൽ കുപ്പായം നന്നായി എപ്പോഴും റെഡിയാക്കി വെക്കണം. എന്തെങ്കിലും കാരണവശാൽ സിനിമയോ ഇതില്ലെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, നീ അത് നേടിയെടുത്തിട്ടുണ്ട്, അതൊരിക്കലും വേണ്ടാന്ന് വെക്കരുത്. അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാരെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, ഗായകരെ സംരക്ഷിക്കപ്പെടേണ്ട. അവൻ പാടട്ടെ, അവൻ അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമ്മുടെ സമൂഹമാണ് അവരെ അതിന് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരോട് പോയി നീ പാട്ട് കഴിഞ്ഞ് പോയി മീൻ പിടിക്കുക അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാൻ പോകുമെന്ന് പറയണത് അത് അവൻ്റെ കലയെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതിനുവേണ്ടി തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ തരുകയാണെങ്കിൽ എന്നാൽ കഴിയുന്നത് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടി എൻ്റെ മനസ്സിലുണ്ട്. താവൂഷൻ ചാനലിൻ്റെ സൃഷ്ടി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ അതിഥിയായി എത്തി സിനിമ, സീരിയൽ, നാടകം, അങ്ങനെ കലയുടെ വിവിധ മേഖലകളിലൂടെ നമ്മളെ കൊണ്ടുപോയി സ്വന്തം ജീവിതത്തെ ഒന്ന് പച്ചപിടിപ്പിക്കാനും കരിപിടിപ്പിക്കാനും അവലോകനം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളോട് സഹകരിച്ച് സംസാരിച്ച ബാബു പള്ളാശ്ശേരി സാറിന് താവൂഷിൻ്റെ പേരിൽ വലിയ നന്ദി. താങ്ക് യു സർ, താങ്ക് യു.